രാജാധിരാജാവിനാരാധന. എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാൻ അങ്ങേയ്ക്കാരാധന. യേശുവിൻ നാമത്തിനാരാധന. രാജാധിരാജാവിനാരാധന. എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാൻ അങ്ങേയ്ക്കാരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 13ാമത്തെ ദിവസം രാത്രികാലമാണ്. കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാൻ ദൈവം സഹായിച്ചത്. വിശേഷാൽ ശനിയാഴ്ച ദിവസമാണല്ലോ. സാധാരണ നാം ശനിയാഴ്ച കാത്തിരിപ്പ് യോഗമായിട്ടാണ് കർത്താവിന്റെ സന്നിധിയിൽ കൂടി വരുന്നത്. ഹല്ലേലൂയ. ദിവസങ്ങളിൽ നമുക്ക് നമ്മൾ ആ സമയങ്ങളിലൊക്കെ നാം ധ്യാനിക്കുന്നത് സ്വർഗരാജ്യത്തെ കുറിച്ചും നിത്യതയിൽ പോകുന്നതിനെ കുറിച്ചും ഒക്കെയാണല്ലോ. ആ പ്രത്യാശ ഹല്ലേലൂയ സ്തോത്രം കൈവിടാതെ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ചില പ്രത്യാശ ഗാനങ്ങൾ കൂടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. പാഠപുസ്തകത്തിലെ 361 പാട്ട്. അല്ലലില്ല നാടുണ്ട്, സ്വർഗനാടുണ്ട്, അല്ലലെല്ലാം തീർക്കുവാൻ കർത്തനുണ്ടല്ലോ. അല്ലലില്ല നാടുണ്ട്, സ്വർഗനാടുണ്ട്, അല്ലലെല്ലാം തീർക്കുവാൻ കർത്തനുണ്ടല്ലോ. അല്ലലെല്ലാം തീർന്നിടും, ഹല്ലേലൂയ പാടിടും, ഹല്ലേലും ഞാൻ പാടിടും, ഹല്ലേലൂയ. അല്ലലെല്ലാം തീർന്നിടും, ഹല്ലേലൂയ പാടിടും, ഹല്ലേലും ഞാൻ പാടിടും, ഹല്ലേലൂയ. ആമേൻ. അല്ലലില്ല
അവസാനത്തെ രാത്രിയാണല്ലോ. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹല്ലേലൂയ ഏകഹൃദയത്തോടെ ഏക മനസ്സോടെ കർത്താവിന്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് ഹല്ലേലൂയ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും അനേക വിഷയങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കുട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടി, ദേശത്തിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി വിവിധ ആവശ്യങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാനൊക്കെ വേണ്ടിയാക്കിയല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശമൊക്കെ ദൈവം നമുക്ക് നൽകി. ഹല്ലേലൂയ. ആരാധിച്ചു ബലപ്പെടുവാനൊക്കെ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഈ രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം സമയം കൂടെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ഹല്ലേലൂയ കർത്താവിനെ ആരാധിച്ചു മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നമ്മെ പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ സാന്നിധ്യം തന്നെ നമ്മോട് കൂടെ ഇരിക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ ആഴമായി നമുക്ക് മനസ്സിലാക്കുവാൻ ആ ഹല്ലേലൂയ ആഴമായി നമ്മൾ അനുഭവിച്ചറിയുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായി ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ ചില പാട്ടുകൾ കൂടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാം മൽപ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാം മൽപ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം മൽപ്രേമകാന്തനെ കാണാം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കൈകളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. അനുഗ്രഹിക്കപ്പെട്ട നടുവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ ദിവസത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവിന് നമ്മോട് കാണിച്ച പ്രസാദത്തിന് ആ ദൈവത്തെ വാഴ്ത്തുന്നു. വളരെ ഉത്സാഹത്തോടുകൂടെ ആലയത്തിലും ഓൺലൈനിലും ആയിട്ട് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും വളരെ സമർപ്പണത്തോടുകൂടെ സംബന്ധിക്കുകയും ചെയ്യുന്ന എല്ലാവരും ക്രിസ്തു വന്ദനം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ഐശ്വര്യമായിട്ട് കർത്താവ് മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലയത്തിനകത്ത് ഞാൻ കഴിഞ്ഞ രാവിലെ പറഞ്ഞതുപോലെ രാവിലെ തന്നെ പ്രാർത്ഥന തുടങ്ങുന്ന സമയങ്ങളിൽ കടന്നു വന്ന് ഇതുവരെയും ആലയം വിട്ടു പോകാതെ ഇവിടെ ഇരുന്ന് രാവിലെ ഉച്ചയ്ക്കും ഈ വൈകുന്നേരമായി ദൈവസന്നിധിയിൽ ആമേൻ പ്രാർത്ഥനയോടിരുന്ന വാത്സല്യ ദൈവമക്കളെയും പിതാക്കന്മാരെയും മാതാക്കളെയും സഹോദരങ്ങളെയും വിശേഷാൽ വന്ദനം അറിയിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നിരവധി വിഷയത്തിന് വേണ്ടി മധ്യസ്ഥിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവാത്മ നമുക്ക് അവസരം ഒരുക്കി തന്നു. അത് നമ്മുടെ ജീവിതത്തിൽ തന്ന ഏറ്റവും നല്ല സൗഭാഗ്യമാണ് എന്ന് നമുക്ക് നല്ല ഉത്തമ ബോധ്യമാണ്. കർത്താവ് നമ്മോട് കാണിച്ച എല്ലാ നല്ല കരുതലും ഒരു പ്രാവശ്യം കൂടി മഹാദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. വിശേഷാൽ കഴിഞ്ഞ 2-ാം തീയതി നാം പ്രാർത്ഥിച്ചാരംഭിച്ച ഈ പ്രാർത്ഥന ഇന്നയോളം അതിൻ്റെ തനതായ ശൈലി തന്നെ പ്രാർത്ഥിക്കുവാനും ഉപവസിപ്പാനും ഒക്കെയുള്ള കൃപ ദൈവം തന്നു. വിശേഷാൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടുകൾ കർത്താവ് നാം അനുഭവിപ്പാനും പ്രാപിപ്പാനും കർത്താവ് നമ്മെ പ്രാപ്തനാക്കി അത് ശുശ്രൂഷിപ്പാനും ലളിയുവാനും എളിയവരെന്നെയും കർത്താവ് ബലപ്പെടുത്തി. ഞാൻ ഓർത്തു പറ്റുമോയെന്ന് എനിക്ക് ബുദ്ധിമുട്ടുള്ള ശരീരത്തിനകത്ത് കമ്പത്തിൻ്റെയും ചുവയുടെയും പ്രയാസങ്ങൾ നന്നായിട്ട് തന്നെ ഭരിച്ചു എങ്കിൽ പോലും കർത്താവ് ഒരു സെക്ഷനെ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കാതെ വണ്ണം കർത്താവിനെ ശുശ്രൂഷിപ്പാൻ എളിയവന് തന്ന ഭാഗ്യത്തിന് ആ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് അതിനു വേണ്ടി എനിക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ച ദൈവമക്കൾക്ക് വിശേഷാൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും കൂടെ ഞാൻ ഇന്ന് രാത്രിയിൽ അർപ്പിക്കുന്നു. നാം ഈ ദിവസങ്ങളിൽ കേട്ട ദൈവത്തിന്റെ വചനം സ്തോത്രം യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം മുതലുള്ള വാക്യമാണ്. അത് ഒരു പ്രാവശ്യം കൂടി വായിച്ചിട്ട് ഇന്ന് രാത്രിയിലെ നമ്മുടെ ദൂതന്റെ ആഴത്തിലേക്ക് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇറങ്ങാം. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 12-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ. എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ച് ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യാലോൺ താഴ്വരയിൽ നിൽക്ക എന്ന് പറഞ്ഞു. ജനം തങ്ങൾ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രൻ നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന വാക്ക് ഈ 14 ദിവസത്തെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നമ്മെ കുറിച്ചും ഒരു ദൈവപ്രവൃത്തി കഥാവിന്റെ പുസ്തകത്തിൽ എഴുതണം. നമ്മുടെ പുസ്തകത്തിൽ എഴുതണം. നമുക്ക് മറക്കുവാൻ കഴിയാത്ത ഒരു ദിനമാണെന്നും നമ്മൾക്ക് തന്ന ശക്തമായ വിടുതൽ ശൂരന്മാരുടെ പുസ്തകത്തിൽ അന്ന് എഴുതി വെച്ചതുപോലെ തന്നെ ഇന്ന് ദൈവത്തിന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരും നമ്മുടെ ഹൃദയത്തിന്റെ മാംസപലകയിൽ നമുക്ക് നമ്മുടെ സഭയ്ക്കകത്തും ഒരു ബ്രേക്ക് ത്രൂ ദൈവം തന്നുവെന്ന് നമുക്ക് ഈ ഫെബ്രുവരി മാസം മറക്കുവാൻ കഴിയാത്ത ദിവസമാക്കി ദൈവം തീർത്ത ദൈവത്തിന്റെ കൃപയ്ക്ക് ദൈവത്തെ വാഴ്ത്തുന്നു. ഒരു ജയത്തിന് ഒരു പ്രകാശം ആവശ്യമാണ്. എപ്പോൾ ജയിക്കുമെന്ന് ആർക്കും പിടുത്തമില്ല. വേണമെങ്കിൽ പകൽ ജയിക്കാം, പ്രഭാതത്തിൽ ജയിക്കാം, മധ്യസമയം ജയിക്കാം, ഇല്ലെങ്കിൽ സന്ധ്യാസമയം ജയിക്കാം, ഇല്ലെങ്കിൽ രാത്രിയുടെ അനുമതിക്ക് സമയത്ത് ജയിക്കാം, ഇല്ലെങ്കിൽ അർദ്ധരാത്രിക്ക് ജയിക്കാം. 24 hours ജയം നമുക്ക് ഉണ്ടാകും. പക്ഷെ ജയത്തിന് ഒരു യുദ്ധം ആവശ്യമാണ്. പരസ്പരം ജയിക്കേണ്ടവർ ശക്തമായി യുദ്ധം ചെയ്യണം. പക്ഷെ ജയം വേണമെങ്കിൽ രാത്രി ആയി കഴിഞ്ഞാൽ ആ രാത്രിയിൽ ഒരു വെളിച്ചം ആവശ്യമാണ്. ആ വെളിച്ചം വേണമെങ്കിൽ സൂര്യൻ നിൽക്കണം. അന്നത്തെ നിലവാരത്തിൽ ഇന്നത്തെ സൗകര്യമൊന്നും അന്നുമില്ലായിരുന്നു. അന്ന് ഇന്നത്തെ സൗകര്യം ഉണ്ടായിരുന്നത് അന്ന് അത്രയ്ക്കുള്ള ജനറേറ്ററുകളോ പവർ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് കാര്യം ചെയ്യാമായിരുന്നു. അന്നത്തെ യുദ്ധത്തിന് സൂര്യപ്രകാശം വേണം. അന്നത്തെ യുദ്ധത്തിന് ചന്ദ്രന്റെ പ്രകാശം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ചന്ദ്രനെയും സൂര്യനെ ഒരുപോലെ പ്രകാശിപ്പിക്കാൻ തക്കവണ്ണം അവയെ നിർത്തണം. സൗര്യനെ നിർത്തണം.
നിർത്തണമെങ്കിൽ അന്ന് യഹോവ വിചാരിച്ചെങ്കിൽ നടക്കത്തുള്ളൂ. ഇസ്രായേലിന് ഗിബെയോനിൽ നിർത്തിയിട്ട് ജയം വേണമെങ്കിൽ സൂര്യൻ നിർത്താൻ തക്കവണ്ണം അധികാരം ആവശ്യമാണ്. ആ സൂര്യൻ നിർത്താൻ അധികാരം അന്ന് ദൈവം കൊടുത്തത് മോശ കഴിഞ്ഞ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ യോശുവയ്ക്ക് അധികാരം കർത്താവ് കൊടുത്തു. യോശുവ ഭയമില്ലാതെ ധൈര്യത്തോടുകൂടെ ഇങ്ങനെ വിളിച്ചു, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യലോൻ താഴ്ന്നു നിൽക്കണം. നമുക്കറിയാം, നമുക്ക് ഇവിടുന്ന് സ്റ്റേഡിയം അല്പം അടുത്താണല്ലോ. നമ്മുടെ പലയിടത്ത് സ്റ്റേഡിയം കണ്ടിട്ടുണ്ട്. സ്റ്റേഡിയത്തിന്റെ പ്രകാശം എങ്ങനെയിരിക്കുന്നത്? സൂര്യന്റെ പ്രകാശം ഇരിക്കുന്ന എങ്ങനെയാണ്? സോറി, ആ സ്റ്റേഡിയത്തിനകത്ത് വെച്ചിരിക്കുന്ന പ്രകാശം എങ്ങനെയാണ്? രണ്ട് ഭാഗത്ത് ഇങ്ങനെ ചിറ പോലെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ തക്കവണ്ണം അത് ഷൂട്ട് ചെയ്യുന്ന വ്യക്തികൾ കല്യാണ വീട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വെച്ചിരിക്കുന്ന ലൈറ്റ് എങ്ങനെയാണ്? ഇങ്ങനെ കൊണ്ടുപോയി യേശുവിന്റെ കല്യാണത്തിന് കാണാം. എല്ലാം ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ രണ്ട് ലൈറ്റ് ഇങ്ങനെ മുമ്പ് കൊണ്ടുവയ്ക്കും എന്ന് പറഞ്ഞാൽ ആ മുഖം നന്നായിട്ട് കാണാതക്കവണ്ണം. അപ്പൊ അതുപോലെയാണ് സൂര്യനെ ചന്ദ്രനെ പിടിച്ച് രണ്ടു ഭാഗത്ത് ചിറകു നിർത്തി എന്ന് പറഞ്ഞാൽ അല്പം ഇരുട്ട് പോലും വരാൻ പാടില്ല. ഇരുട്ട് വന്ന യുദ്ധത്തിൽ ജനം ഇസ്രായേൽ പരാജയപ്പെടും. അതുകൊണ്ട് എന്റെ ദൈവം ആത്മനിയോഗത്താൽ യോശുവയോട് പറഞ്ഞു, സൂര്യനോട് പറ ഗിബെയോനിക്കാൻ, ചന്ദ്രനോട് പറ അയ്യലോ താഴ്ന്നിക്കാൻ പറഞ്ഞു. ഇന്ന് രാത്രി ഒന്നും പറയാം, അവൻ എന്റെ മെസ്സേജ് അവിടെ നിൽക്കുന്നില്ല. അവൻ ദൈവം പറഞ്ഞതുപോലെ ദൈവം യോശുവ ചെയ്തു. യോശുവ പറഞ്ഞതുപോലെ സൂര്യൻ ചന്ദ്രൻ കേട്ടതുപോലെ ഇന്ന് വർഷത്തിന്റെ 13ാമത്തെ രാത്രിയിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ അവൻ നടക്കുമെന്ന്, ഇന്നലെ നടന്നതുപോലെ തന്നെ ഇന്ന് നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ കനത്തട്ടി ആത്മാവ് പറയാ, ദൈവം ഈ ഫെബ്രുവരി മാസം മുതൽ അവൻ നാം പറയുന്ന പോലെ തന്നെ സംഭവിക്കുന്നതിലേക്ക് നമ്മുടെ നാവിനെ ദൈവത്തിന് നാവ് പോലെ ദൈവം ധൈര്യപ്പെടുത്തുകയാണ്. Hallelujah! Praise God! എങ്കിൽ എബ്രായ ഭാഷയിൽ യോശുവ എന്ന സ്ഥാനത്ത് അത് ഗ്രീക്ക് വാക്കിലോട്ട് വരുമ്പോൾ അത് യേശു എന്നാണ് സ്വന്തം. നാം ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്ന വാക്ക് നമ്മുടെ രക്ഷിതാവും നമ്മുടെ കർത്താവും നമ്മുടെ വീണ്ടെടുപ്പുകാരനും തേജോമനായും സ്നേഹസ്വരൂപമായ ക്രിസ്തുവാണ് മോശയേക്കാൾ വലിയവൻ. ആ ക്രിസ്തുവാണ് യിരെമ്യാവിനേക്കാൾ വലിയവൻ. ആ ക്രിസ്തുവാണ് യോശുവയേക്കാൾ വലിയവൻ. ആ ക്രിസ്തുവാണ് അബ്രഹാമിനേക്കാൾ വലിയവൻ. ആ ക്രിസ്തുവാണ് യെശയ്യാവിനേക്കാൾ വലിയവൻ. ആ ക്രിസ്തുവാണ് സകല പിതാക്കന്മാരെ വലിയവൻ. അങ്ങനെയാണെങ്കിൽ സൂപ്പർ ഡിഗ്രി, അധികാരത്തിന്റെ സൂപ്പർ ഡിഗ്രി എന്റെ യേശുവിന്റെ മകനാണെങ്കിൽ അവൻ ഇന്ന് രാത്രി നാം ചിന്തിക്കാൻ പോകുന്ന പഴയ നിമിത്തിലെ വീണ്ടെടുപ്പുകാരൻ അവൻ മോശയും യോശുവയാണെങ്കിൽ പുതിയ നിമിത്ത വീണ്ടെടുപ്പുകാരൻ എനിക്ക് ചോര തന്ന് വീണ്ടെടുത്തവനായ എന്റെ കർത്താവാണെങ്കിൽ ഈ മാസത്തിന്റെ അവസാനത്തെ രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, എന്റെ യേശുവിന്റെ അധികാരമാണ് അവൻ മറ്റധികാരത്തെക്കാളും എന്റെ ശ്രേഷ്ഠമായ അധികാരമെങ്കിൽ അധികാരം ഇന്ന് രാത്രിയിൽ എന്റെ ഇടത്തേക്ക് വ്യാപരിക്കുമ്പോൾ അത് യേശു ക്രിസ്തുവിന്റെ നാമം എന്ന പദം ഉപയോഗിക്കുമ്പോൾ തന്നെ സ്വലോകയുടെയും ഭൂലോകയുടെയും അധോലോകയുടെ മുട്ടുകളൊട്ട് മാറുന്നുവെങ്കിൽ അധികാരമാണ് ഇന്ന് രാത്രി നമ്മുടെ നാവിലേക്ക്, നമ്മുടെ കണ്ണിലേക്ക്, കൈയിലേക്ക്, നമ്മുടെ കാലിലേക്ക്, അവയവങ്ങളിലേക്ക് ദൈവം തരുന്നുവെങ്കിൽ ആ യേശു ക്രിസ്തുവിന്റെ നാമം എല്ലാ നാമത്തേക്കാൾ മേലായ നാമം. അത് യോശുവിന്റെ ശബ്ദത്തേക്കാൾ ഏറ്റവും ശ്രേഷ്ഠ ശബ്ദം യേശുവിന്റെ ശബ്ദമാണ്. യോശു എന്ന വാക്കിന്റെ അർത്ഥം വീണ്ടെടുപ്പുകാരൻ എന്നാണ്. യേശു എന്ന വാക്കിന്റെ അർത്ഥവും വീണ്ടെടുപ്പുകാരനാണ്. സ്തോത്രം. യോശുവ മോശയുടെ ശിഷ്യനായിരുന്നു, ശുശ്രൂഷകനായിരുന്നു. യേശു പിതാവാം ദൈവത്തിന്റെ ഏക ജാതനായ പുത്രനാണ്. അവൻ മോശയുടെ കൈക്ക് വെള്ളമൊഴിച്ചവനായിരുന്നു. യേശു പിതാവാം ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചവനായിരുന്നു. ഇങ്ങനെ യേശുവിനെ തമ്മിൽ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അല്പം സിമിലാരിറ്റി ഉണ്ടെങ്കിലും ഏറ്റവും ശ്രേഷ്ഠ
ശക്തമായ മേഖല. എനിക്ക് പല റെഫറൻസുകളിലേക്ക് പ്രവേശിക്കണമെന്നുണ്ട്. ഈ എബ്രായ ലേഖനത്തിനകത്ത് ഒരു പദം കിടപ്പുണ്ട്. ജെയ്സ് പെട്ടെന്ന് എനിക്ക് വായിച്ചു തരാമോ? ഒന്നാമത്തേതിലേക്ക് പെട്ടെന്ന് വരാമോ? വായിക്കാമോ? സ്തോത്രം. ഒന്നാം അധ്യായത്തിന്റെ സ്തോത്രം ഒന്നാമത്തെ വാക്യം മുതൽ പെട്ടെന്ന് വായിച്ചു തരാമോ? ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് ഞാൻ 5 കാര്യങ്ങൾ പറയുന്നു. ഒന്ന് എബ്രായലേഖനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒന്ന് എബ്രായലേഖനത്തിന്റെ 13 അധ്യായവും 303 വാക്യമുണ്ട്. ആ 13 അധ്യായത്തിന്റെ 303 വാക്യത്തിനടുത്ത് 5 കാര്യം ഈ വായിച്ച വാക്യവുമായി ബന്ധപ്പെടപ്പെടും. ഒന്ന്, പുത്രനായ യേശുവിന്റെ ശബ്ദമാണ് അന്ത്യശബ്ദം. സ്വന്തം മറക്കരുത്. അത് അവസാനത്തെ കുത്തിടാൻ അവകാശമുള്ളത് പുത്രനായ ക്രിസ്തുവിനാണ്. മറ്റാർക്കും അവസാനത്തെ കുത്തിടാൻ പറ്റില്ല. അത് 31-ാമത്തെ വാക്യത്തിൽ ആദിയിൽ എന്ന വാക്ക് തുടങ്ങി. പക്ഷെ അവസാനത്തെ ഒരു വെളിപ്പാട് പുസ്തകം 22-ാമത്തെ വാക്യത്തിൽ ആമേന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആദ്യനും അന്ത്യനും എന്ന പദവി, അൽഫയും ഒമേഗയും എന്ന പദവി യേശു ക്രിസ്തുവിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നത് കൊണ്ട് അവസാനത്തെ കുത്തിടാൻ, അവസാനത്തെ ശബ്ദം പറയാൻ അന്ത്യശബ്ദം അവൻ പുത്രന്റെ ശബ്ദമാണെങ്കിൽ എബ്രായലേഖനത്തിൽ പൗലോസ് പറയുന്നു അവൻ പുത്രന്റെ ശബ്ദമാണ് അന്ത്യശബ്ദം. മതി എന്ന് പറഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ പറയുന്നു പറഞ്ഞാലും പുത്രന്റെ ശബ്ദമാണ് അന്ത്യശബ്ദം. നമ്മൾ ഈ പെങ്കൊച്ചിന്റെ അല്ലെങ്കിൽ പെങ്കൊച്ചിന്റെ വിവാഹ വിഷയമായിട്ട് പോയിട്ട് ആ പാരന്റ്സിനോട്, കുടുംബക്കാരോടും, അല്ലെങ്കിൽ ഇതിനകത്തൊരു തലവനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനകത്ത് ഏജൻസി ഉണ്ടെങ്കിൽ അവർ കൊടുക്കൽ വാങ്ങലിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് അവസാനം വന്ന് ചോദിക്കുന്ന വ്യക്തി ആരോടാ? സ്വതന്ത്രം. അവസാനം വന്ന് ചോദിക്കുന്നത് അപ്പനോടാണ്. അപ്പൻ എന്ത് പറയുന്നു? കൊച്ചിന് എന്ത് കൊടുക്കും? കൊച്ചിന് വേണ്ടി കൊച്ചവൻ ജീവിക്കാൻ അങ്ങനെ ശിവഭാസക്കാരെ കൊടുക്കാൻ അവസാനം അപ്പന് ചോദിക്കും നിങ്ങളുടെ കുഞ്ഞിന് എന്ത് കൊടുക്കും? കാര്യം അപ്പന്റെ വാക്കാണ് ഇവിടെ അന്ത്യവാക്ക്. എങ്കിൽ ഈ ലോകത്തിൽ സേവിക്കുന്ന എനിക്കും നിങ്ങളുടെയും സകല വിഷയത്തിൽ അവസാനത്തെ വാക്ക് പറയാൻ, അവസാനത്തെ കൂട്ടുവിടുവാൻ ഒരുവന് അവകാശമുള്ളൂ. പുത്രനായ പിതാവാം ദൈവത്തിന്റെ ഏകജാത പുത്ര ക്രിസ്തുവിനാണെങ്കിൽ എന്റെ വിഷയത്തിന്റെ അവസാന വാക്ക് പറയാ ഉലകത്ത് വേറെ ആർക്കും പറ്റില്ല. എന്റെ കുടുംബത്തിന്റെ അവസാന വാക്ക് പറയാ ഉലകത്ത് വേറെ ആർക്കും പറ്റില്ല. എന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്റെ അവസാന വാക്ക് പറയാ വേറെ ലോകത്ത് ആർക്കും പറ്റില്ല. ഒരുവന് മാത്രമേ പറ്റൂ. എന്നെ സൃഷ്ടിച്ചു നിർമ്മിച്ചവന് എനിക്ക് ചോരത്തെ വീണ്ടെടുത്തതുമായ യേശു ക്രിസ്തുവിന് മാത്രമേ അവസാനത്തെ വാക്ക് പറയാൻ പറ്റുമെങ്കിൽ ശാന്തന്റെ മുഖത്തേക്ക് നോക്കി പറ, അത് ലോകത്തെ മുഖത്തേക്ക് നോക്കി പറ. നീ ഇങ്ങനെ ചകച്ചുമായിരിക്കാം, നീ ഇങ്ങനെ പറയുമായിരിക്കാം, പക്ഷെ എന്റെ യേശു പറഞ്ഞാല് അതിനകത്ത് ശ്രേഷ്ഠത വെളിപ്പെടുകയുള്ളൂ. അപ്പൊ ക്രിസ്തുവിന്റെ ശബ്ദം അന്ത്യശബ്ദം. നോട്ട് ചെയ്ത് ക്രിസ്തുവിന്റെ ശബ്ദം അവസാന ശബ്ദം. രണ്ട്, ക്രിസ്തുവിന്റെ ശബ്ദം തേജസ്സിന്റെ ശബ്ദമാണ്. എന്ന് പറഞ്ഞാൽ എനിക്കൊരു തേജസ്സിന്റെ ശക്തിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ക്രിസ്തു വിചാരിക്കണം. എന്താ മഹത്വം? എന്ന തേജസ് എന്നെ ഞാനാക്കി മാറ്റിയിട്ട് എന്നെ മറ്റുള്ളവർക്ക് മുമ്പാകെ പ്രൊജക്ട് ചെയ്യാനൊക്കെ ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എവിടത്തുകാരനാണ്, എന്റെ കുലമഹിമ എന്താണ് എന്നുള്ള തേജസ്സിന്റെ പ്രൊജക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരുവന് മാത്രമേ പറ്റൂ. അത് ക്രിസ്തുവിന് മാത്രമേ പറ്റുകയുള്ളൂ. കരുവരിച്ച് രാത്രി പറഞ്ഞാൽ എന്നെ കുറിച്ച് മറ്റാൽ എന്തൊക്കെ തെറ്റ് പറഞ്ഞാൽ, എന്തൊക്കെ അബദ്ധം വെച്ച് പറഞ്ഞാൽ, എന്നെ കുറിച്ച് ആരൊക്കെ ദോഷം പറഞ്ഞാൽ, തേജസ്സിന്റെ ഉടമസ്ഥനായ തേജസ് വാരിച്ചു നിൽക്കുന്ന മഹാ ക്രിസ്തുവായ ദൈവം എന്നെ കുറിച്ച് തേജസ്സിന്റെ ഒരു വാക്ക് പറഞ്ഞാൽ പുത്രന്റെ അവസാനത്തെ ഫലമാണ് ക്രിസ്തുവിന്റെ തേജസ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ നൂല് വിളിച്ചു പറയാ. ആരൊക്കെ എന്ത് പറയട്ടെ, സാത്താന്റെ മനുഷ്യനെ പറയട്ടെ, ലോകം എന്ന് പറയട്ടെ, എന്നാൽ
ക്രിസ്തു നമ്മെ തേജസ്സിനെ തേജസ് അധിക്കുന്നവർ നമ്മെ തേജസ്സാക്കി മാറ്റുകയാണ്. അപ്പോൾ യോശുവയോട് ചോദിക്കാം, യോശുവയ്ക്ക് സൂര്യന്റെ പ്രകാശം കൊടുക്കാൻ പറ്റും? ക്രിസ്തുവിനോ? പറഞ്ഞേ, ക്രിസ്തുവിന് സൂര്യന്റെ പ്രകാശമല്ല, ക്രിസ്തു തന്നെ നീതി സൂര്യനിക്കുമ്പോൾ ക്രിസ്തുവിന്റെ തേജസ് മതി നമുക്ക് വരാം. യോശുവയ്ക്ക് അങ്ങനെ തേജസ് കൊടുക്കാനില്ല. യോശുവ കൊടുക്കാനുള്ള പറ്റുന്ന ഒരു പ്രകാശം സൂര്യന്റെ പ്രകാശം നിർത്തി കൊടുക്കാൻ പറ്റും, ചന്ദ്രന്റെ പ്രകാശത്തിന് കൊടുക്കാൻ പറ്റും. പക്ഷെ യേശു ക്രിസ്തു നമുക്കിത് പ്രകാശം അവന്റെ തേജസ്സാണ്. അതുകൊണ്ട് പത്രോസിലേക്ക് വിളിച്ചു പറഞ്ഞ, ഞങ്ങൾ ഈ പാൻറ്റിന്റെ ലെറ്റർ കണ്ടോ, അതാ വെട്ടം കണ്ടിട്ടോ, അല്ലെങ്കിൽ അവന്റെ കാളവണ്ടിയുടേതായ അവർ റാന്തൽ വിളക്ക് കണ്ടിട്ടോ അല്ല ഇറങ്ങി തിരിച്ചത്, അവൻ ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളെന്ന് പത്രോസ് വിളിച്ചു പറയണമെങ്കിൽ പത്രോസിന് ലഭിച്ച തേജസ് ക്രിസ്തുവിന്റെ അന്ത്യ തേജസ്സാണെങ്കിൽ ഇന്ന് രാത്രി കരവിളിച്ചു പറഞ്ഞാൽ ലോകത്തിന്റെ ഒരു തേജസ്സുമല്ല, ലോകത്തിന്റെ ഒരു നന്മയുമല്ല എനിക്ക് തേജസ്സാണ് ലഭിച്ചത്. ഈ മാസം 13 രാത്രി അവൻ വിളിച്ചു പറയുക, എന്റെ യേശുവിന്റെ തേജസ് തന്നെ എനിക്ക് ലഭിച്ചു. ആ തേജസ്, ആ ശ്രേഷ്ഠ തേജസ് നോക്കാം. ഓൺലൈനിൽ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ശബ്ദം ക്ലിയർ ആവുന്നുണ്ടോ? ഇല്ലെന്ന് എനിക്കറിയാം, നിങ്ങളുടെ മുഖം കാണുമ്പോൾ അറിയാം. ഈ ആഴ്ച കൂടി നിങ്ങൾ ക്ഷമിക്കണം. നമ്മൾ പ്രതീക്ഷയോടുകൂടെ നമ്മുടെ ഷീനാൻഡി സ്പോൺസർ ചെയ്ത് നെറ്റ് എടുത്തു. അവിടെ ബിജു ബ്രദറിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് എടുത്തത്. ബിജു ബ്രദർ നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് എടുത്തത്, പക്ഷേ അത് നമ്മൾ അയക്കുന്ന ബിൽഡിങ്ങിനകത്ത് അല്പം ഒരു നെറ്റിന് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ പോർട്ടബിൾ നെറ്റാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സിമ്മിന്റെ വേരിയസ് അനുസരിച്ചായിരിക്കും കാര്യം. ഞാൻ അതിനു വേണ്ടിയുള്ള നിങ്ങൾക്ക് ശബ്ദം ക്ലിയർ ആയി കിട്ടാൻ ഓൺലൈനിൽ വന്ന് വരുത്തി എല്ലാം ക്രമീകരിച്ചു. പക്ഷെ അത് കണക്ട് ചെയ്തപ്പോൾ അത് ക്ലിയർ ആകുന്നില്ല. അപ്പോൾ ഞാൻ ഒരാളെ വിളിക്കുന്നുണ്ട്, ആ വ്യക്തിയോട് വന്ന് നെറ്റ് വേറൊരു കാര്യം എടുത്ത് ശരിയാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ആ ശബ്ദം കേൾക്കും. അതുകൊണ്ട് ഇപ്രാവശ്യത്തേക്ക് മാക്സിമം ക്ഷമിക്കുക. പിന്നെ ഞാൻ എൻ്റെ വായനങ്ങൾ കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ ദൂരം പിടിയിട്ട് സ്വത്രം പ്രയോഗിക്കാം. സ്വത്രം ഇല്ല എങ്കിൽ ഞാനിവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് യൂട്യൂബിനകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ആ ശബ്ദം കറക്റ്റായി കിട്ടും. അതുകൊണ്ട് ആ സ്വത്രം ഇവിടെ കിട്ടാത്തത് അവിടെ കിട്ടും സ്വത്രം പ്രയോഗിക്കാൻ. പണ്ഡിതവാസം പറഞ്ഞതുപോലെ കിട്ടാത്ത മർമ്മമെല്ലാം പെട്ടകത്തിനകത്തോണ്ട് സ്വത്രം പ്രയോഗിക്കാൻ. അപ്പൊ കിട്ടാത്ത സാധനം എല്ലാം പെട്ടകത്തിനകത്തോണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ലൈവായി കിട്ടാത്ത കാര്യം നിങ്ങൾ യൂട്യൂബ് കൂടി കിട്ടും. പ്രേക്ഷിക്കാം, കർത്താവിന് സ്തോത്രം ചെയ്യാൻ പ്രേക്ഷിക്കാം. അപ്പൊ പുത്രന്റെ ശബ്ദം, അന്ത്യശബ്ദം, രണ്ട് പുത്രന്റെ തേജസ്, അന്ത്യ തേജസ്. വേറെ ആരും ടോർച്ചും കൊണ്ട് കാണിക്കേണ്ട. എന്നിട്ട് പറയും, എന്റെ ടോർച്ചിന്റെ വെളിച്ചത്തിലാണ് നീ ജീവിച്ചത്. ഞാൻ ലൈറ്റില്ലായിരുന്നെങ്കിൽ നീ ഇന്ന് ഇരുട്ടത്തുകൂടി തപ്പി നടന്നേനെ. കർത്താവ് പറയും, നിനക്ക് ആരും ടോർച്ചടിച്ചും തരണ്ട, ഒരു വിളക്കും തരണ്ട, ഞാൻ തന്നെ നിന്റെ ഇന്ന് രാത്രി പറഞ്ഞു വിശ്വാസം പറ. ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾ സഹായിക്കാൻ ആരും വരണ്ട. മനസ്സിലാകുന്നുണ്ടോ? നമ്മെ കൈത്താങ്ങ് ചെയ്യാൻ ആരും വരണ്ട. യഹോവ തന്റെ നിത്യപ്രകാശം നിന്നുകൊണ്ട് എനിക്ക് വഴികാട്ടി നിൽക്കുമെങ്കിൽ അതുപോലത്തെ ഒരു ശ്രേഷ്ഠമായ കാഴ്ചപ്പാട് മറ്റൊന്നുമില്ലല്ലോ. ചേർന്ന് കരപിടിച്ച് വിശ്വാസമുഖം ഒരുമിച്ച് ആത്മാവിൽ പറയാ, എന്റെ ദൈവത്തിന് തേജസ്സിന് ശ്രേഷ്ഠത. പൗലോസ് പറയുന്നു അത് ഭയങ്കര തേജസ്സാണ്. അതുകൊണ്ട് 10 വർഷം ഞങ്ങൾ അവന് തേജസ്സിന്റെ കണ്ട സാക്ഷികളാകുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഉപവസിക്കുന്ന ദൈവമക്കളെ അവരെ വളരെ ഭാഗ്യവന്മാരാണ്. ഈ ഉപവാസത്തിന്റെ ദിവസങ്ങളെല്ലാം ദൈവാത്മാവ് സംസാരിച്ച ആ വെളിപ്പാടൊക്കെ വിട്ട് പ്രാപിഭാഗത്തൊക്കെ വന്ന് നമുക്ക് ലഭിച്ച ഭാഗ്യത്തിനാണ് സ്തോത്രം ചെയ്യുകയാണ്. ഇനി മൂന്നാമത്തെ വാക്ക് ഇതൊക്കെ എബ്രായത്തിലുള്ള വാക്യമാണ്. ഞാൻ ഷോർട്ട് കട്ട് എടുത്ത വാക്ക്. മൂന്നാമത്തെ വാക്ക് പുത്രന്റെ സിഗ്നേച്ചർ അല്ലെങ്കിൽ പുത്രന്റെ മുദ്ര, അന്ത്യമുദ്രയാണ്. ഇതെല്ലാം ഈ 303 വാക്യത്തിനകത്ത് കേറിക്കുന്ന വാക്കാണ്. എന്റെ മെസ്സേജ് അതല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വിലാപം ചെയ്യാത്ത കാര്യം. പെട്ടെന്ന് എന്റെ ആ ഒരു വെളിപ്പാട് കൊണ്ട് മാറിയത് കൊണ്ടാണ് ഞാൻ ഈ വാക്കൊന്ന് വായിപ്പിച്ച സ്വത്രം. അപ്പൊ പുത്രന്റെ സിഗ്നേച്ചർ ആണ് അവസാനത്തെ സിഗ്നേച്ചർ. നമുക്കറിയാം, കീഴേ കടയിൽ നിന്നും ഒരു പ്രമോഷൻ നടക്കണമെങ്കിൽ താഴെ തട്ടിൽ നിന്നും ഫയൽ എന്ത് ചെയ്യണം? പോയി അവസാനത്തെ ആളെത്തുമ്പോൾ ഈ പുള്ളി പെൻഷൻ ആകേണ്ട സമയം
എന്നാൽ പുത്രൻ അങ്ങനെയല്ല. പരിശുദ്ധപ്രായം നോക്കിക്കേണ്ട ആവശ്യമില്ല. അതിന് മുന്നമേ ആമേൻ നമ്മുടെ നല്ല പ്രായത്തിൽ തന്നെ അവകാശകാര്യം കീഴേക്കട ആര് സിഗ്നേച്ചർ എന്റെ കർത്താവ് നോക്കത്തില്ല. ഈ എന്റെ പഴയ ചർച്ചിനകത്ത് ഒരു ഗസറ്റ് ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു. 3-4 ഗസറ്റ് റാങ്കിലുള്ള ആൾക്കാർ പഴയ ചർച്ച ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു സഹോദരൻ പറഞ്ഞു, ഓഫീസ് ജോലി ചെയ്യുന്ന പാർട്ടി പറഞ്ഞു, ഒരു ഫയല് മാസത്തെ ആദ്യമേ DGP കൊണ്ട് ഒപ്പിട്ടെന്ന് പറഞ്ഞു. പുള്ളി ആഭ്യന്തരത്തിലാണ്. DGP കൊണ്ട് ഒപ്പിട്ടപ്പോ DGPയുടെ അവസാനത്തെ സിഗ്നേച്ചർ DGPയുടെ ആ സെക്ഷനിൽ അത് പുള്ളി പറഞ്ഞു DGP കൊണ്ട് ഒപ്പിട്ടു. DGP കൊണ്ട് ഒപ്പിട്ടിട്ട് തിരിച്ചു വന്നപ്പോൾ താഴെയുള്ള ആൾക്കാർ മൊത്തം പറഞ്ഞത് ഇനി ഞങ്ങളുടെ ഒപ്പിന്റെ ആവശ്യം പിടികിട്ടിയ രാമൻ പറയുന്നു. ഇനി മുഖ്യമന്ത്രി ഫയലിൽ അവസാനം ഫസ്റ്റ് അങ്ങ് ഒപ്പിട്ടു. ബാക്കി പറഞ്ഞു താഴെ കിടക്കുന്ന ഒപ്പിടാതിരിക്കാൻ അത് മനസ്സിലാക്കുന്നുണ്ട്. പിടികിട്ടിയില്ല. എന്താ മനസ്സിലായി? പറഞ്ഞ അവസാനത്തെ ഒപ്പിടേണ്ട വ്യക്തി ആദ്യം വിട്ടാൽ ബാക്കി പറ. അവസാനം വിട്ടവൻ ആദ്യം വിട്ടാൽ ഫസ്റ്റ് ഇടേണ്ടവന്റെ ആവശ്യമില്ല. അല്ല വീടാത്ത കഥ അറിയാതിത്തോളം സ്വന്തം പറയുക. മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ എന്റെ വിഷയത്തിനകത്ത് സർവശക്തനായ ദൈവം ആദ്യമേ ഒപ്പിട്ടാൽ അങ്ങനെ തന്നെ വെളിപ്പാടെടുക്കണം. എന്റെ ഉയർച്ചയുടെ മേൽ ആദ്യമേ എന്റെ ദൈവം ഒപ്പിട്ടാൽ അവൻ കീഴെ കിടക്കുന്ന വ്യക്തി ഒപ്പിട്ടില്ലെങ്കിലും അത് പാസ്സാകും. അല്ല ഒപ്പിടേ പറ്റുമെങ്കിൽ അത് ഒപ്പിട്ടേ പറ്റൂ. എങ്കിൽ ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്റെ കഥ പ്രഖ്യാപിച്ചുവെന്ന് ഈ അവസാന രാത്രിയിൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എന്റെ തലമുറയ്ക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ ഉപരിത മാർഗത്തിന് വേണ്ടി, എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, എന്റെ മുൻകാല ഗമനത്തിന് വേണ്ടി എന്റെ കർത്താവ് യേശുവിന്റെ അവസാനത്തെ സിഗ്നേച്ചർ നോക്കി വെക്കേണ്ട ആദ്യമേ യേശു എന്റെ വിഷയത്തിന് മുദ്ര വെച്ചു. പുത്രന്റെ മുദ്രയാണ്, അവന്റെ മുദ്രയാണെങ്കിൽ അത് നമുക്ക് വേണ്ടി ആദ്യമേ ഇട്ട് സ്വന്തം കരം അടിച്ച് സ്വന്തം കരം അടിച്ച് സ്വന്തമാണ്. കരം അടിച്ച് സ്വന്തം ചെയ്യണം. സന്തോഷ വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട ദൂത് വെച്ച് ദൈവാനെ കേൾപ്പിക്കുന്ന ദിവസങ്ങളാണ്. യോശുവേക്കാളും മോശയെക്കാളും മറ്റൊരു ഏതൊരു വ്യക്തിയെക്കാളും എന്റെ ശ്രേഷ്ഠമായ ഒരു ശബ്ദം എന്റെ യേശു ക്രിസ്തുവിന് കൂടിയാണെങ്കിൽ അത് എനിക്ക് യേശു സംസാരിച്ചാൽ മതി. എന്റെ വീട്ടിൽ യേശു മാത്രം ചെയ്താൽ മതി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയൂ, എന്റെ യേശു എന്റെ വിഷയത്തിന് വന്നിട്ടുണ്ട്. നാലാമത്തെ കാര്യം, പുത്രന്റെ മഹിമ അവസാനത്തെ മഹിമയാണ് എന്ന് പറഞ്ഞാൽ വേറൊരു വ്യക്തി പിന്നെ വെളിച്ചം കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും നല്ല വാക്കുമാരുടെ ആവശ്യമൊന്നും ഒരാമയും പറ. ഒരാമയും പറ. നാളെ എത്രയാണ് സ്വതന്ത്രമാണ് ചിരിച്ചോണ്ട് 20 വയസ്സോട് കയറാൻ അതിന്റെ വിവരം കൊടുക്കാൻ ഇപ്പോഴേ 19 വയസ്സ് കഴിഞ്ഞ് ഞാൻ നാളെ 20 കയറാം. അപ്പോൾ പുത്രന്റെ മഹിമയാണ് ഏറ്റവും ശ്രേഷ്ഠമായ മഹിമ. ഇനി അഞ്ചാമത്തെ കാര്യം, പുത്രന്റെ ശ്രേഷ്ഠതയാണ് അവസാനത്തെ ശ്രേഷ്ഠത. ഇതിനെ തെളിയിക്കേണ്ട താല്പര്യമുണ്ട്. പക്ഷേ നാളെ നമുക്ക് 6:30 ചർച്ചയെത്തണം. അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആ വെളിപ്പാട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് 5 മണിക്കാരും ഓൺ ചെയ്തിരിക്കരുത്. സ്തോത്രം എന്നോട് ഓർപ്പിക്കുന്നത്. അപ്പോൾ ആ വാക്കിന്റെ അർത്ഥം യേശു ക്രിസ്തു എന്ന മഹാദൈവത്തിന്റെ മഹിമ അവസാനത്തെയാണ്. അപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അവസാന ശ്രേഷ്ഠതയാണ്. അതിന്റെ അപ്പുറത്തൊരു ശ്രേഷ്ഠത അതിലൊരു വെളിപ്പാട് ഞാൻ പറയട്ടെ. ഒന്ന് വായിച്ചേ. എഫേസ്യർ 6:2 വാക്യം ഒന്ന് വായിച്ചിട്ടുണ്ടോ? എന്റെ മെസ്സേജിലോട്ട് വന്നിട്ടില്ല, എന്നാൽ പെട്ടെന്ന് വായിച്ചിട്ടുണ്ടോ?
ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ക്രിസ്തുയേശുവിൽ അവനോട് ഉയർത്തെഴുന്നേൽപ്പിച്ചു. സ്വർഗ്ഗത്തിലിരുത്തി. അതാണ് ശ്രേഷ്ഠത. ഇനി വേറെ സ്വർഗമുണ്ടോ? ഞാൻ വേറെ സ്വർഗമുണ്ടോ? ഒറ്റ സ്വർഗ്ഗമല്ലേ ഉള്ളൂ. അപ്പൊ ഏറ്റവും അവസാന ശ്രേഷ്ഠത ഏതാ? സ്വർഗ്ഗരാജ്യം. അപ്പൊ എന്നെ എവിടെ ഇരുത്തി? അവനോട് ഉയർപ്പിച്ച് സ്വർഗത്തിൽ. അതാ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത. ഇപ്പൊ എന്നെ ഇരുത്തി എവിടെയാണ്? സ്വർഗത്തിലെത്തി. ഇനി 1:6-13 വായിക്കാമോ? കൊലോസ് 1:12 വാക്യം. ആമേൻ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ അവകാശത്തിനായി നമ്മെ നരകത്തിന്റെയും പൈശാചിക ബന്ധനത്തിന്റെയും സാത്താനിക വലയത്തിന്റെ അകത്ത് നിന്ന് എന്നെ ഉയർപ്പിച്ച് വെളിയിൽ കൊണ്ടുവന്ന് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത. ഇത് മനസ്സിലാകുന്നവരെ ഒന്ന് സ്തോത്രം ചെയ്യണം. അപ്പൊ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ അവസാന ശ്രേഷ്ഠത. അത് എനിക്ക് തന്നാൽ ഞാൻ ഇപ്പൊ എവിടെയായി? ക്രിസ്തുവിന്റെ ഇരിപ്പിടത്തിൽ. ക്രിസ്തു ഇരിക്കുന്നതിന് തൊട്ടടുത്ത് ഞാനുണ്ട്. അവരെ രാജ്യത്തിലാക്കി. ഇതിനകത്ത് ഞാൻ കാര്യം പറയാം. ഇനി ഒരിക്കലും നരകത്തെ കുറിച്ചോ ശാപത്തെ കുറിച്ചോ തകർച്ചയെ കുറിച്ചോ ഇല്ലായ്മത്തെ കുറിച്ചോ ഞരക്കത്തെ കുറിച്ചോ ശൂന്യതയെ കുറിച്ചോ ഒരിക്കലും ചിന്തിക്കുകയോ ധ്യാനിക്കുകയോ കരയുകയോ പുലമ്പുകയോ ചെയ്യാതിരിക്കാനാണ് ഈ ദൂത് അങ്ങനെ വന്ന വാക്ക്. ക്രിസ്തുവിന്റെ രാജ്യത്തിൽ എന്നെ ആക്കി. എവിടുന്ന? സാത്താന്റെ ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നിന്ന്, പൈശാചിക സ്വാധീനമുള്ള ഇടത്തിൽ നിന്ന് എന്നെ ഉയർപ്പിച്ച് 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 എന്നെ വിടിവിച്ച് 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 ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത എന്ന് പറയാൻ അവൻ നമുക്ക് പറ്റുന്ന അവന്റെ രാജ്യത്തിലേക്ക് എന്നെ ആക്കി വെച്ചുവെങ്കിൽ അതാണ് ക്രിസ്തുവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഇരിപ്പിടം. അതിനപ്പുറത്ത് വേറൊരു സ്വർഗം ഇല്ല. പുത്ര ഇരിക്കുന്ന സ്ഥലമാണ് യഥാർത്ഥ സ്വർഗം. അവിടെ ഇരുത്തി. അതിനപ്പുറത്ത് സ്ഥലമില്ല. അതാണ് നമ്മൾ ഈ ആഹാരം കഴിക്കാൻ ഇത്ര ദിവസം ഇരുന്നത്. അതിനെ ഇത്രയും നാം വില മുടക്കിയത്. അതിനെ ഇത്ര നാം കരഞ്ഞു പ്രാർത്ഥിച്ചത്. അതിനാ ഇത്ര വർഷം നമ്മൾ ദൈവം ഏറ്റുപറഞ്ഞത്. ഇത്രയും നാം വില മുടക്കിയത് മൊത്തം ക്രിസ്തുവിന്റെ അവസാന ശ്രേഷ്ഠത ദൈവരാജ്യം. അതുകൊണ്ട് അവിടെ എത്തിച്ചെന്നെ. അവിടെ എത്തിച്ചാൽ പിന്നെ ആ വേറെ ഒന്നും എനിക്ക് താഴോട്ടുള്ള കാര്യം ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല. എന്റെ രാത്രി ക്ലെയിം ചെയ്യാൻ പറ്റും. ലോകത്തോട്, പാപത്തോട്, അധർമ്മത്തോട്, പൈശാചിക മണ്ഡത്തോട്, ഭൂതപ്രശക്തികളോട്, അശുരണത്തോട്, മന്ത്രക്കെട്ടിനോട്, ആഭിചാര ശക്തിയോട്, എല്ലാ കെടുതികളോടും, എല്ലാ ഭയത്തോടും, എല്ലാ പൈശാചികമായ അന്ധകാരത്തോടും പരസ്യമായി കൽപ്പിക്കാൻ പറ്റുക. പിശാചേ, എനിക്ക് എന്നെ ഉയർപ്പിച്ചത് ശ്രേഷ്ഠനായ ക്രിസ്തുവാണ്. എന്നെ ഉയർത്തിയത് ശ്രേഷ്ഠന ക്രിസ്തുവാണ്. എന്റെ തേജസ് ക്രിസ്തുവാണ്. എനിക്ക് എന്റെ അവകാശം ശ്രേഷ്ഠന ക്രിസ്തുവാണ്. അതിനപ്പുറത്ത് വേറെ ഉയർച്ചയില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമാണ്. കലമടിച്ചത് പറഞ്ഞാട്ട് ഇന്ന് രാത്രി ആത്മാവിന് പ്രവചിച്ച് പറയുന്നു. ഈ ദൂതികൾക്കുള്ള എല്ലാ കുടുംബത്തിനകത്ത് ക്രിസ്തുവിന് ഏറ്റവും ശ്രേഷ്ഠമായ ആ ഇരിപ്പിടത്തിലേക്ക് എന്നെ കൊണ്ടുപോകി. ഓ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളുടെ കൂടാരത്തിലേക്ക് തമ്പുരാൻ അയച്ച സകല അത്ഭുത വഴികൾക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. Praise the Lord. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ആ ഭാഗത്ത് ഒന്ന് പറയാൻ എനിക്ക് നിയോഗം. കൊലോസ് 1:19 വാക്യം വായിക്കാമോ? ഒന്ന് വായിച്ചുവിടാം. പെട്ടെന്ന് വായിക്കാമോ? അവനിൽ സർവ്വസമ്പൂർണ്ണ വസിപ്പാനും ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അങ്ങനെയെങ്കിൽ അതിൽ 15-ാമത്തെ വാക്യം, അവൻ ആദർശനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാണ്. എന്റെ യേശുവിന്റെ അടുത്തൊരു വിശേഷം പറയുന്നു. എന്റെ യേശു എന്ന് പറഞ്ഞ യോശുവെക്കാളും മോശയെക്കാളും അബ്രഹാമിനെക്കാളും നാം ചിന്തിച്ച പഴയ നിമിത്ത കഥാപാത്രത്തെക്കാളും യേശു ആദർശനായ ദൈവത്തിന്റെ പ്രതിമയും അവനെ സർവസൃഷ്ടിക്ക് ആദ്യജാതനുമായി
എന്റെ പിതാക്കന്മാർ ജനിക്കുന്നതല്ല, ഈ ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതല്ല. സൂര്യ ചന്ദ്ര ഗോളങ്ങൾ സൃഷ്ടിക്കുന്ന മുമ്പ്, സകല ഗാലക്സികളായ അവൻ നിർമ്മിക്കുന്ന മുമ്പ് എന്റെ ക്രിസ്തു ജനിച്ചുവെങ്കിൽ ആ ക്രിസ്തു പറയുന്നു സകല സൃഷ്ടിക്കാതിരായതുകൊണ്ട് അവൻ എനിക്ക് വേണ്ടി തന്ന ഒരു ദൈവം എന്ന് പറയുന്ന ആ ആദ്യജാതനായ ക്രിസ്തുവാണ്. ഞാൻ ഒരു 4 കാര്യം കൂടി പറയും. അത് പറയുമ്പോൾ എനിക്കൊരു സമാധാനം, നിങ്ങൾക്കൊരു സന്തോഷവും. ദൈവനാമം എന്റെ കൂടി മഹത്വപ്പെടുവാനായിട്ട് ഒരു സ്തോത്രം ചെയ്യണം. ഈ കൊലോസ് ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ കൊടുത്തതാണ്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഈ വിഷയക്കേട് വന്നതുകൊണ്ട് ഞാൻ വാക്കൊന്ന് ആവർത്തിക്കും. 1, എന്റെ ദൈവം യോശുവയെക്കാളും വലിയവനല്ലേ? യോശുവയ്ക്ക് സൂര്യൻ നിർത്താനേ പറ്റിയുള്ളൂ. എന്റെ കർത്താവിനോ സൃഷ്ടിക്കാൻ പറ്റി. സൂര്യൻ ഇത്ര തേജസ്സാണെങ്കിൽ ക്രിസ്തുവിന് തേജസ് പറഞ്ഞു. 1000 സൂര്യഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ആകുമോ നിൻ മുഖശോഭ പോലെ. ഒരു പ്രാവശ്യം കൂടെ. 1000 സൂര്യഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ആകുമോ നിൻ മുഖകാന്തി പോലെ. 1000 ചന്ദ്രഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ആകുമോ നിൻ മുഖശോഭ പോലെ. അവൻ സൂര്യനെ ചിന്തിച്ച കർത്താവിന്റെ ശോഭ. പാട്ടുകാരൻ പറഞ്ഞു 1000 സൂര്യഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും എന്റെ യേശു ക്രിസ്തുവിന്റെ മുഖത്തിന്റെ പ്രശോഭ പോലെ ആകത്തില്ല. 1000 ചന്ദ്രൻ ഒന്നിച്ചുദിച്ചാലും എന്റെ യേശുവിന്റെ ശോഭ പോലെ ആകത്തില്ല. യോശുവേ നീ നിർത്തിയ സൂര്യൻ, അത് യോശുവേ നീ നിർത്തിയ ചന്ദ്രൻ ഒരു സാധാരണ സൂര്യചന്ദ്രനുമാണ്. പക്ഷേ സൃഷ്ടിച്ചവനെ എന്റെ ദൈവത്തെ തേജസ് അതല്ല, അത് എന്റെ ശ്രേഷ്ഠമായ സൂര്യനെ സൃഷ്ടിച്ചവന്റെ പ്രഭ, അത് ചന്ദ്രൻ സൃഷ്ടിച്ചതിന്റെ പ്രഭ, നക്ഷത്രത്തിന് സൃഷ്ടിച്ച പ്രഭ. അത് എനിക്ക് ഊഹിക്കാൻ പറ്റില്ല, പ്രസവിക്കുന്ന എനിക്ക് വർണ്ണിക്കാൻ പറ്റില്ല. അത്രമാത്രം വർണ്ണിക്കാൻ പറ്റാത്ത ഒരു പ്രഭ തുറന്നു നിൽക്കുന്ന ആ ദൈവമാണ് എന്റെ യേശു. ആ ദൈവമാണ് എന്റെ കർത്താവ്. ആ ദൈവമാണ് എന്റെ ദൈവം എന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുവെങ്കിൽ എന്നെ ഉയർപ്പിച്ച് എന്റെ തേജസ് തന്ന് എന്റെ തേജസ്സിനെ തേജസ്സാക്കി അവൻ നിർത്തിയ ദൈവത്തിന് അവന്റെ പ്രഭ എനിക്കുള്ള കാലമത്രേ. അത് എന്റെ വീട്ടിലോ എന്റെ നാട്ടിലോ എന്റെ സഭയിലോ എന്നിലോ ഒരല്പം പോലും ഇരുട്ടില്ല. അപ്പൊ ഈ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ പോകുന്നത് ഇരുട്ടില്ലാത്ത വീട്ടിൽ പോകുന്നത്. വീട്ടിനകത്തിരിക്കുന്നവർ പറയണം എന്റെ പ്രഭ ആ ഇലക്ട്രിസിറ്റിയുടെ പ്രഭയല്ല, എന്റെ പ്രഭ യേശു ക്രിസ്തുവിന്റെ പ്രഭയാണ്. സ്വന്തം ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയാം. എനിക്ക് അറിയത്തില്ല വേറെ ലെവലിലേക്കാണ് മെസ്സേജുകൾ മാറുന്നത് എങ്കിലും ഞാൻ പിടിച്ചു നിർത്തിയ ആ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആത്മാവിൽ പറയാം. എന്റെ യോശുവയോട് ചോദിക്കാം, കുഞ്ഞെ നീ കണ്ട സൂര്യനല്ല ഞാൻ കണ്ട സൂര്യൻ. രസകരമായ കാര്യം, ഇവരാരും യേശുവിനെ കണ്ടില്ല. പക്ഷെ ഞാനും നിങ്ങൾ അബ്രഹാം, നോഹ, ലോത്ത് പറ ആരെങ്കിലും യേശുവിനെ കണ്ടില്ല. യേശുവിനെ കണ്ടു കുറെ മുക്കുമാരെ കണ്ടു. യേശുവിനെ കണ്ടു കുറച്ച് അക്കർമ്മത്തെ കണ്ടു. ആ കൂട്ടത്തിൽ എനിക്കും യേശുവിനെ കാണാൻ അല്ല, എനിക്ക് യേശുവിനെ പ്രാപിക്കാൻ അല്ല, അവന് ചോര പ്രാപിക്കാൻ അല്ല, അവന് ശബ്ദം കേൾക്കാൻ അല്ല, അവന് തേജസ് അനുഭവിപ്പാൻ അല്ല, അവന്റെ ആത്മാവിനെ പ്രാപിപ്പാൻ എനിക്ക് ഭാഗ്യം തന്നു. അതാ പുതിയ നിയമസഭയുടെ പ്രത്യേകത. ഈ സൂര്യൻ അണയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഈ തേജസ്സിൽ അണയ്ക്കാൻ പറ്റുമോ? ഇല്ല.
അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കേട്ടോ നൃത്തം ചവിട്ടി വേണം വീട്ടിൽ പോകാൻ. കേട്ടാ നീ എങ്ങനെ പോകണം പറയാം, എങ്ങനെ പോകണം? നൃത്തം ചവിട്ടി പോകണം. എനിക്ക് ആരെ കിട്ടി? ആയിരക്കണക്കിന് സൂര്യ ചന്ദ്രനെക്കാളും പ്രഭ നിൽക്കുന്ന ഒരു യേശുവിനെ എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് ഞാൻ ഭവനത്തിൽ പോകുന്നത് തുള്ളി ചാടി പോകുന്ന കാര്യം. എന്റെ പ്രഭ അവ എന്റെ അരിമനാഥനാണ്, എന്റെ തേജസ് എന്റെ അരിമനാഥനാണ്. അതുകൊണ്ട് എനിക്ക് അവ ഇരുട്ടില്ല. അവനിൽ വിശ്വസിക്കുന്നവൻ ഇരുട്ടിൽ വസിക്കുന്നില്ല, അവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. കൊലോസ്യരുടെ പൗലോസ് ആ ഭാഗത്തിന്റെ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് 4 കാര്യം പറയുന്നു. 1, ക്രിസ്തു സകലത്തിനും പ്രാപ്തൻ. ആമേൻ. ക്യാപ്പബിൾ എന്ന വാക്കാണ് ക്യാപ്പബിൾ. ഇത് ക്രിസ്തു സകലത്തിനും അനി പറ എന്നെ പൊക്കാൻ പറ പ്രാപ്തൻ. പാവം ആമേൻ സ്വത്രം. നമ്മൾ റോമൻ സച്ച വീണപ്പോൾ അപ്പനെ പൊക്കാൻ ഭാര്യ ഭർത്താവ് പോയിട്ട് ആമേ കിണഞ്ഞ് പരിശ്രമിച്ചെന്നവർ സ്വത്രം ചെയ്യുക. എന്നാൽ എന്റെ കർത്താവ് പൊക്കാൻ പ്രാപ്തൻ. സ്വത്രം. അവൻ സകലത്തിലും പ്രാപ്തൻ. നാം വീണാലും തകർന്നാലും ശൂന്യമായാലും തിരിച്ചൊരു വരവുണ്ട്. ആ വരവ് 1.5 വരവാണ്. ഹല്ലേലൂയ. നമ്മെ കടക്കാരാക്കി, നമ്മെ രോഗിയാക്കി, നമ്മെ ദരിദ്രനാക്കി, നമ്മെ ഇല്ലാത്ത വ്യക്തിയാക്കി മാറ്റി. നമ്മൾ പോയെന്നാണ് നാട്ടുകാരും വീട്ടുകാരൊക്കെ പറഞ്ഞത്. പക്ഷെ ഇതാ സുനാമി വരുന്നത് പോലെ വരവ്. അങ്ങനെ വരുത്തിയതാര? എന്റെ യേശുവായ സകലത്തിനും പ്രാർത്ഥനയായ കർത്താവാണെങ്കിൽ നീ തകർന്നു പോകുമെന്നാണ് പറഞ്ഞത്. എന്നെ സ്നാനപ്പെടുത്തിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസൻ, അദ്ദേഹം എന്റെ മാതാവിനെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, അമ്മയും മോനും കരഞ്ഞുകൊണ്ട് മാത്രം എന്റെ അടുക്കൽ വരരുതെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പറയില്ല പാസ്റ്റർ, ഒരിക്കലും ഞാൻ ഇവന്റെ മാതാവ് കരഞ്ഞുകൊണ്ട് അടുക്ക വരത്തില്ല. ഇന്നുവരെയും കരഞ്ഞുകൊണ്ട് പോകാതെ ഇവ സമ്മതിച്ചില്ല. ഇന്നുവരെ എന്നെ എന്റെ മാതാവിനെ സന്തോഷത്തിന്റെ അടുത്ത തട്ടകത്തിൽ കൊണ്ടുവന്നതേ ഉള്ളൂ. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാണ് പറയാ, നമ്മെ കരയിപ്പിക്കാൻ ആളുകാണ്, നമ്മെ ദുഃഖിപ്പിക്കാൻ ആളുകാണ്, നമ്മെ സങ്കടപ്പെടുത്തുന്ന ആളുകാണ്, നാം ദരിദ്രനായിട്ട് നമ്മളെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, നാം ശൂന്യമായി പോകാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. പക്ഷേ അവരുടെ മുമ്പ് തേജസ്സിന്റെ പ്രഭത്തിൽ നിൽക്കുന്ന വ്യക്തി പറയുന്നു, എന്റെ ക്രിസ്തുവിനെ അവന്റെ മാതാവിനെ അവന്റെ സഭയെ അവന്റെ ദിനത്തെ സകലത്തിന് ഉയർത്തുവാൻ ഞാൻ പ്രാപ്തനാണെന്ന് എന്റെ കർത്താവ് ഇന്ന് രാത്രി പറയുക. വിശ്വാസത്തോടെ കരമടിച്ച് പറയാമോ, എന്റെ കർത്താവ് സകലത്തിന് എന്നെ ഉയർത്താൻ പ്രാപ്തനാണ്. എന്റെ ശൂന്യത മാറ്റാം, എന്റെ തളർച്ച മാറ്റാം, എന്റെ ഇല്ലായ്മ മാറ്റാം. എന്റെ കർത്താവ് സകലത്തിന് പ്രാപ്തൻ. മനസ്സിലാവുന്ന സ്വന്തം ചെയ്യാം. ഞാൻ വേറെ ലെവലിലാണ് മെസ്സേജ് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് വിഷയം മാറിയതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. എന്റെ കർത്താവ് സകലത്തിലും. യോശുവ ചോദിക്കാം, മോനെ ഒരു പ്രാവശ്യമല്ലേ നീ സൂര്യനെ നിർത്തിക്കൊള്ളു? ഒരു പ്രാവശ്യമല്ലേ നീ? പക്ഷേ എന്റെ യേശു പറഞ്ഞേ എപ്പോഴും പുള്ളിക്ക് നിർത്താൻ പറ്റും. അപ്പൊ നമ്മൾ ആരെ മുഖത്ത് നോക്കണം? ലുക്ക് അറ്റ് ജീസസ്. കേട്ടോ, ഉപവാസത്തിന്റെ അവസാനത്തെ രാത്രിയാണ് പ്രസംഗിക്കുന്നത്. ഓർത്തോണം. ഒരു കാര്യം പറയാം, പാസ്ത കാണാൻ പറ്റിയില്ലെങ്കിലും, എപ്പോഴും പാസ്ത കിട്ടിയില്ലെങ്കിലും, ഒരു പായിട്ടിട്ട് മുറിക്കാത്തവൻ എനിക്ക് നോക്കേണ്ട ഒരുവൻ മാത്രമാണ്. കൂടെ പ്രാർത്ഥിക്കാൻ ആരും കാണത്തില്ല. നേരെ മുമ്പോട്ട് പോയിക്കൊണ്ട് സ്തോത്രം. അവൻ സകലത്തെ നാം ഉയർത്താൻ പ്രാപ്തൻ. ഈ സെക്ഷന്റെ എല്ലാവരും പ്രഭവാക്കി, എന്റെ കർത്താവ് പ്രാപ്തനാണ്, എന്റെ കർത്താവ് പ്രാപ്തനല്ല. ആ വെളിപ്പാടാണ് പൗലോസ് അവൻ കൊലോസ്യ സഭയ്ക്ക് കൊടുത്തത്. 2ാമത്തെ വാക്യം വന്നത്, അതെ ക്രിസ്തു സകലത്തിലും പരിപൂർണ്ണൻ. 2:10 ക്രിസ്തു സകലത്തിലും എന്ന് പറഞ്ഞാൽ അവൻ തികഞ്ഞ അറിവുള്ളവനാണ്. ഒന്നിന് പറഞ്ഞാൽ അവൻ പെർഫെക്റ്റ് എന്നൊരു വാക്കാണ്. പെർഫെക്റ്റ്, തികഞ്ഞ അറിവുള്ളവൻ, തികഞ്ഞ കഴിവുള്ളവൻ, തികവുറ്റ മികവുറ്റ എന്ന പദം കൊണ്ട് ഉപയോഗിക്കാം. അങ്ങനെയെങ്കിൽ വേറെ ആരും വല്ല വിഷയം പറയേണ്ട ആവശ്യമുണ്ടോ?
എന്റെ കർത്താവ് എല്ലാത്തിനും പ്രാപ്തനും പരിപൂർണനുമാണ്. അപൂർണനായ മനുഷ്യന്റെ അടുക്കുമ്പോൾ കൈനീട്ടിയ അവ ഇങ്ങനെ കാണിക്കും. ഞാൻ എന്ത് ചെയ്യാൻ എന്റെ ഒന്നുമില്ല. പക്ഷെ പരിപൂർണ അടുക്കൽ കൈനീട്ടിയാലോ എടുത്തിട്ടില്ല. ഇതിനകത്ത് ഞാൻ ആത്മാവിൽ പറയാം, ദാരിദ്ര്യ കെട്ടങ്ങ് മാറുന്നു കേട്ടോ. മനസ്സിലാകുന്നുണ്ടോ? ദൂത് മനസ്സിലാകുന്ന എല്ലാ സ്വപ്നത്തെയാണ്. ഏകദേശം ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അന്യഭാഷ മാത്രമാണ്. ദാരിദ്ര്യ കെട്ട് മാറുന്നുണ്ട്. കഥാ വിശ്വസ്തത. കഥാ വിശ്വസ്തത. താങ്ക് യു. മൂന്നാമത്തെ വാക്ക് ക്രിസ്തു റിനിവേറ്റ് ചെയ്യുന്നവൻ, ക്രിസ്തു പുതുക്കുന്നവൻ. 3:10. ക്രിസ്തു പുതുക്കുന്നവനാണ്. റിന്യൂ ചെയ്യുന്നു. റിനോവേഷൻ. പഴയ വീടിനൊക്കെ കൊച്ചുമോളാന്റിയൊക്കെ പഴയ വീടിനൊക്കെ പുതുക്കിയെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ നമ്മള് ജോസ് പറഞ്ഞ പറയാണ് വീട് പുതുക്കി പാസ്റ്റായി. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി വാക്കാൻ ഇപ്പൊ പണികൾ വിളിക്കുകയാണ് പുതുക്കി പണിത. എന്തിനാ പുതുക്കി പണിത കാര്യം പറഞ്ഞേ? ആര് വന്ന് നോക്കിയാലും ഒരു യെസ് കൊള്ളാം എന്ന് പറയത്തക്കമാണ്. എന്ന് പറഞ്ഞാൽ അവ കുറവുകൾ തീർക്കുന്ന കർത്താവ് നമ്മുടെ കർത്താവ്. പ്രൈസ് ഗോഡ്. എവിടെയെങ്കിലും പൊട്ടിയാൽ ഈ നമ്മുടെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, കൊച്ചു കുഞ്ഞുങ്ങൾ. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ഈ എന്തോ ഇഴഞ്ഞു പോകുന്ന സമയത്ത് അവർക്ക് നമ്മളിൽ കണ്ണ് കാണാത്തതൊക്കെ അവർ കണ്ടെത്തി. ഞാൻ കഴിഞ്ഞ ദിവസം ബഹറിൽ നിന്ന സമയത്ത് അവിടെ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് അവിടെ പെയിന്റ് അപ്പൊ പൊട്ടിയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇളക്കി ഒരു വലിയ പരിവാക്കി സ്വന്തം കഴിക്കാൻ. എന്റെ ഈ കൈ ഈ ബലം മുറിഞ്ഞിരുന്നു. ഞാൻ എവിടെ പ്രസംഗിക്കാൻ പോയാലും പിള്ളേരെല്ലാം ഇതിലെ കാണത്തുള്ളൂ. എന്റെ കൂടെ 3 വർഷം നടന്നവർ പോലും ഇന്നേ വരെ എന്റെ ആ മുറിഞ്ഞ കൈ എത്തിയിട്ടില്ല. ഇവന്മാര് ആദ്യം കണ്ടുപിടിച്ചത്. ഞാൻ പറയണ വേറെ കൈക്കൊന്നും ഒരു പ്രശ്നമില്ല, ഈ ഒറ്റ വിരല് മാത്രം നിങ്ങൾ നോക്കിക്കൊണ്ടത് എന്റെ പ്രസംഗത്തിൽ തന്നെ ആകപ്പാട് അബദ്ധം ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാം കുറവ് കണ്ടുപിടിക്കാൻ നടക്കുന്നവരാണ്. നമ്മുടെ ഒരു കുറവ് വന്നാൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തിയെ പറയാണ് റിനോവേഷൻ ഗോഡ് എന്നാണ്. പല മനസ്സിലാവുന്നുണ്ടോ? ശിശുന് മനസ്സിലായോ? അതിക്ക് മനസ്സിലായോ? അച്ഛാ മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വ്യക്തികൾ പോലും തന്റെ ചോരയിൽ വീണ്ടെടുക്കപ്പെട്ടവർ ഇല്ലാത്ത വ്യക്തി എന്ന് പറയുന്നത് എന്റെ കർത്താവ് ചെയ്യുമാണ്. അത് വരാതിരിക്കാനാണ്. എന്റെ ദൈവം പുതുക്കുന്ന കർത്താവാണ്, കുറവുകൾ പരിഹരിക്കുന്ന കർത്താവാണ്. ഇന്ന് യുവാശത്തിന്റെ 13ാമത്തെ രാത്രിയിൽ ഞാൻ പരിശുദ്ധമായ എവിടെയെങ്കിലും നമുക്ക് അജ്ഞാതമായിരിക്കുന്നിടത്ത്, നമുക്ക് പറ്റാത്തിടത്ത് അവിടെ കുറവെല്ലാം പരിഹരിക്കുന്ന ഒരു സ്നേഹത്തിനായ ഒരു വ്യക്തിയാണ് എന്റെ യേശു. കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. 4ാമത്തെ കാര്യം, കർത്താവ് സകലത്തിനും നിശ്ചയമുള്ളവനാണ്. ആ നിശ്ചയം എന്ന വാക്കിന് ഇംഗ്ലീഷ് വാക്കിന് SURE എന്നാണ്. അത് വാക്കിനർത്ഥം ഷുവർ. എന്നോട് വ്യക്തി പറയണ പാസ്റ്റർ പ്ലീസ് പ്രേ ഫോർ മീ. ഷുവർ. ഞാൻ പറയും തീർച്ചയായും. അവ ആ വാക്കിനർത്ഥം ക്രിസ്തു സകലത്തിലും. അപ്പൊ ഒരു വാക്ക് നമ്മൾ പറയുമ്പോൾ കർത്താവ് പറയും 4 വാക്ക് ഷുവർ. അപ്പൊ അതിനകത്ത് വെച്ച് മനസ്സിലാക്കിക്കൊള്ളണം, സംഭവം ഓക്കെ ആയി. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ ഈ മെസ്സേജ് ഒരു 2-3 പേജ് ഇങ്ങനെ സെൻഡ് ചെയ്തിടും. നമ്മൾ റിക്വസ്റ്റാണ്. അവസാനം അത് കേട്ട വ്യക്തി, റിക്വസ്റ്റ് അക്സെപ്റ്റ് വ്യക്തി തിരിച്ച് ഓക്കെ ഇടും. നമ്മൾ പറയും പാസ്റ്റർ തലേദിവസം രാത്രി മൊത്തം കുത്തിരുന്നാണ് ഈ പേജ് മൊത്തം പറ. അച്ഛാ പറ അച്ഛാ. തലേദിവസം മൊത്തം ഇരുന്ന് സ്പെല്ലിംഗ് എല്ലാം നോക്കി ക്ലിയർ ആക്കി റിക്വസ്റ്റ് അയച്ചപ്പോൾ അവിടുന്ന് മറുപടി ഓക്കെ. എന്താ പരിപാടി? മനസ്സിലായിട്ടല്ലേ? 14 ദിവസം ഉപയോഗിച്ചിട്ട് അവസാന വാക്ക് ഓക്കെ അല്ലെങ്കിൽ SURE. അപ്പൊ നമ്മൾ എന്ത് പറയും? ചോദിച്ചാ അച്ഛയെ 3ാം നില മേലേക്ക്
പറ എന്ത് പറയും? നമ്മൾ ഇത്രയും ദിവസം കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് നിലവിളിച്ച് എല്ലാം കൊടുത്തപ്പോ കർത്താവ് മറുപടി yes you are sure എന്ന് പറഞ്ഞ അർത്ഥം അക്സെപ്റ്റ് ചെയ്തു. ഇനി റിപ്ലൈ തരാൻ വെയിറ്റ് ചെയ്യാനാണ്. എത്ര കരഞ്ഞാലും എത്ര നിലവിളിച്ചാലും ഒറ്റ മറുപടി ഉള്ളൂ, നിശ്ചയമുള്ളവൻ. എന്റെ കഥ പറയും yes you are sure, നിശ്ചയം കണ്ടിപ്പാ. ഞാൻ പറയുന്നത് yes I reply. ഇന്ന് രാത്രി ഞാൻ ആത്മാവ് പറയാം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കേട്ടോ. ഉപവാസത്തിൽ ദൈവം അക്സെപ്റ്റ് ചെയ്തു. ഇവിടെ കണ്ണീരുകൾക്ക് ദൈവാത്മ പരിഗണന തന്നു. നാം വില മുടക്കിയതിനനുസരിച്ചുള്ള മറുപടി തന്നു. രാവിലെ ഞാന് നേരത്തെ ഇവിടെ വന്നിരുന്ന് ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് അല്പം ജാഗരിച്ച സമയത്ത് തമ്പുരാൻ എന്ന് പറഞ്ഞ വാക്ക് മോനെ വീട് കേട്ടോ. എന്ത് വീണു? ബാബേൽ വീണു. അവിടുത്തെ വിഗ്രഹമെല്ലാം ചിതറിപ്പോയി. അപ്പോഴെനിക്ക് മനസ്സിലായി എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടിയായി. വർഷങ്ങളായിട്ട് വെച്ച പിശാചിന്റെ ബാബേൽ കോട്ടകളെ, അവൻ വെച്ച സകല ബിംബക്കെട്ടുകളെ, എന്റെ ദൈവ ശുശ്രൂഷയോട് ബന്ധത്തില്, നന്മത്തോട് വിഷയ ബന്ധത്തില്, അവൻ നന്ദിയോട് ബന്ധത്തില് അവൻ വെച്ചു കെട്ടിയ വലിയ കട്ടിയായ ആ മതിലുകൾ എന്തെങ്കിലും പറയുന്നു, അവൻ ഞാൻ ഡിസ്ട്രോയ് ചെയ്യുമെന്ന് കുഞ്ഞ്, അവൻ ഞാൻ തകർത്തു. ഇന്ന് ഞാൻ പറയാ, അവൻ സഭയോട്, അവന്റെ കുടുംബത്തിന്റെ കെട്ടിയായ ആ ബാബേന്റെ കോട്ടകളെ, ആ വിഗ്രഹത്തിന്റെ കെട്ടുകളെ, അമ്പലക്കത്ത് ആൾക്കാരെ കെട്ടുക പൂജകൾ, അവന്റെ നേർച്ചകളെ മുഴുവൻ എന്റെ ദൈവം അഭിഷേകത്താൽ കരവരിച്ച് ആത്മാവ് പറയാ, അതിന്റെ കോട്ടയെ പൊട്ടിച്ച് അതിന്റെ കെട്ടിനെ അഴിച്ച് അതിന്റെ തീരത്തുനെ പൊടിച്ച് ഉദാഹരണ ശക്തിയാകല എന്റെ ഇന്ത്യയിൽ ശ്രോതത്തിൽ എത്ര പുറത്തു കൊണ്ടുവരുന്നു. എന്റെ വിശുദ്ധനാണ്. അധികാരമുള്ള നാമത്തെ സഭയോട് കൽപ്പിക്കുന്നു, കുടുംബത്തോട് കൽപ്പിക്കുന്നു. എന്റെ ദൈവം പറഞ്ഞ വാക്ക് അവൻ നിവർത്തിച്ചു. നന്നായി കിട്ടി. ആത്മാവിൽ പറഞ്ഞു, എന്റെ ദൈവം പൂർണ്ണ നിശ്ചയമുള്ളവരാണ്. എന്റെ ദൈവം എന്റെ വിഷയം നിശ്ചയമുള്ളവരാണ്. എന്റെ ദൈവം എന്റെ വിഷയത്തിൽ നിശ്ചയമുള്ളവരാണ്. എന്റെ ദൈവം എന്റെ വിഷയം ഉത്തരവാദിയാണ്. എന്റെ കർത്താവ് എന്റെ വിഷയം ഇടപെട്ട് കഴിഞ്ഞു. എന്റെ കർത്താവിന്റെ മറുപടി വെളിപ്പെട്ട് കഴിഞ്ഞു. അവൻ ബാബേൽ കോട്ടകള്, അവന്റെ കരുതി നിവാസികളായ അവന്റെ ശക്തികളായ എന്റെ കർത്താവ് തകർത്ത് അവന്റെ കോട്ടയെ പൊട്ടിച്ച് അതിന്റെ തീരങ്ങളെ പൊട്ടിച്ച് ഇന്ന് രാത്രി അഭിഷേകത്തോടെ അവൻ നിർത്തി ദൈവാത്മാവ് പറയുന്നു, അവൻ തകർത്തു സാത്താനെ, അവൻ പാർക്കുന്നേ. എന്റെ ദൈവം തകർത്തു തരിപ്പണമാക്കി സാത്താന്റെ മതിൽക്കെട്ടിലെ അവരുടെ ശരീര പ്രാണിയായ എന്റെ കഥ തകർത്തു എന്ന വിശ്വാസത്തോട് ഒരു വിജയത്തിന്റെ കൈതട്ടി, ഒരു വിജയത്തിന്റെ ശബ്ദം, ഒരു വിജയത്തിന്റെ ആരവാണ്, ഒരു വിജയത്തിന്റെ ശബ്ദം, വിജയത്തിന്റെ ധ്വനി, ഒരു മറുപടി കിട്ടിയാൽ ലഭിക്കുന്ന ആരവാരത്തോടുകൂടെ ശബ്ദം കേട്ടി യേശുവേ എന്റെ വിരുദ്ധിച്ചല്ലോ, എന്റെ മറുപടി മാറിച്ചല്ലോ, എന്റെ വിഷയം കരങ്ങൾ ഉയർത്തി നല്ലൊരു സ്തോത്ര കർത്താവ് കൊടുക്കാം.
ഞാനൊരു 2-4 പോയിന്റുകൾ ഒന്ന് അവസാനത്തെ ശബ്ദമായിട്ട് പറയാം. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് വായിച്ചിട്ട് നിർത്താം. അപ്പോ നമുക്ക് ആത്മാവിൽ സ്തോത്രത്തോടെ ഇന്ന് രാത്രി പോകാം. എഫെസ്യർ 6-ാമത്തെ വാക്യം വായിക്കാം. എഫെസ്യർ ചാപ്റ്റർ 1:6 വായിക്കാമോ? 6-ാമത്തെ വാക്യം. ഒറ്റ വാക്കിന് വേണ്ടി, ഒറ്റ വാക്കിന് വേണ്ടി. പ്രിയൻ മതി. അവൻ പ്രിയനായവനിൽ. ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം ദൈവമക്കൾ പറയണം. ആ വാക്ക് വായിപ്പിച്ചു. അച്ഛാ, നമ്മെ ആർക്കും ഇഷ്ടമല്ല. നമ്മളെ പറക്ക് ഇച്ഛിച്ചാണ്. പക്ഷെ കർത്താവ് പറയുന്നു, ഭക്തി കൽപ്പിച്ച് പുറത്തള്ളിയവര് പറയുന്നു, വിട്, കല്ലുവര് വിട്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അതിനെ ഒന്ന് കണക്ട് ചെയ്യാൻ തക്ക ഒരു വാക്യം കൂടി വായിച്ചു തരാം. 3:20 ലൂക്കോസ് ശേഷം 3:21-22 പെട്ടെന്ന് വായിച്ചുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രിയപുത്രൻ ആരംഭിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു? അവന് 30 വയസ്സായിരുന്നു. 23-ാമത്തെ വാക്യമാണ്. ഞാൻ അവിടെ ഒന്ന് ഒരുമിച്ച് കണക്ട് ചെയ്തൊക്കെ വാക്ക് വായിപ്പിച്ചത്. എന്റെ യേശുവിനെ കുറിച്ച് പറയുമ്പോഴത്തെ ഒരു സന്തോഷം നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ. പിതാവ് വിളിച്ചത് എന്റെ, അപ്പോ ആ വിളി അവിടെ കിട്ടിയെങ്കിൽ ആ വിളി നമുക്ക് കിട്ടി. അല്ലേ? സ്വന്തം ഓക്കെ. അവിടെ കൊടുത്ത വാക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകൻ എന്ന വാക്കിനർത്ഥം സ്നേഹനിധിയായ മകൻ. സാമങ്ങനല്ലേ? സ്നേഹനിധിയല്ലേ? ശരി, സ്വന്തമേ. ഏറ്റവും പ്രിയൻ, അതിനർത്ഥം ഏറ്റവും പ്രിയപ്പെട്ട മകൻ. 2, സ്നേഹനിധിയായ മകൻ. അടുത്ത് ദൈവത്തിന്റെ സ്നേഹത്തെയും ദൈവത്തിന്റെ അംഗീകാരത്തെ സൂചിപ്പിക്കുന്ന പദമാണ് എന്റെ പ്രിയൻ എന്ന പദം. സ്വന്തം എന്റെ ദൈവത്തിന്റെ സ്നേഹത്തെയും എന്റെ ദൈവത്തിന്റെ അംഗീകാരത്തെയും എന്ന് പറഞ്ഞാൽ, ഒന്നിന് പറഞ്ഞാൽ സ്നേഹിക്കപ്പെടുന്ന മകൻ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ യേശു. 2, സ്നേഹവും വിശ്വാസമുള്ള മകൻ. യേശുവിനെ കുറിച്ച് പറയുന്നു, നമ്മുടെ മക്കൾ അങ്ങനെ ആകട്ടെ. അടുത്ത പ്രത്യേക പരിഗണന, അച്ഛനമ്മമാരുടെ ശ്രദ്ധയും സ്നേഹവും കൂടുതൽ ലഭിക്കുന്ന മകന് പറയുന്ന പേരാണ് പ്രിയൻ. എങ്കിൽ പിന്നെ പിതാവിന്റെ സ്നേഹവും പിതാവിന്റെ അംഗീകാരവും പിതാവിന്റെ കരുതലുകളും മൊത്തം പ്രിയനായ ക്രിസ്തുവിന് ലഭിച്ചുവെങ്കിൽ എനിക്കും ലഭിച്ചു. എനിക്കും അംഗീകാരം കിട്ടി, എനിക്കും സ്നേഹം കിട്ടി, എനിക്ക് വാത്സല്യം കിട്ടി, എനിക്ക് എല്ലാത്തിലും പ്രയോറിറ്റി കിട്ടി. പറയാൻ ഇത് പറ, ഒരു ഇംഗ്ലീഷ് പറ. കിടക്കട്ടെ, ഒരു വഴിക്ക് പോകുന്നേ. എന്താ കിട്ടി? ഒരു പ്രയോറിറ്റി കിട്ടി. എന്നെ എന്റെ കർത്താവ് മാറ്റിയിട്ടില്ലല്ലോ. പ്രയോറിറ്റി തന്നോ, പരിഗണന തന്നോ. ഇതാണ് പ്രിയയുടെ പ്രത്യേകത. അതിനെ വിവരിക്കാൻ ഭയങ്കര ആർത്തി വരെയാണ്. എനിക്ക് എന്റെ കർത്താവ് എന്ത് കിട്ടിയാച്ചാ പ്രയോറിറ്റി കിട്ടി. ഞാൻ പ്രസംഗിക്കാൻ പോകുന്നതൊക്കെ എനിക്ക് നല്ല സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. നല്ല സീറ്റ്. അവിടെ ഇരുന്നിട്ട് ഞാൻ ഓർക്കും, കർത്താവെ, ഈ പരിഗണന കിട്ടിയത് എന്റെ യേശുവിനെ പ്രസംഗിക്കാൻ പറയാ ഭാഗ്യം കിട്ടിയതുകൊണ്ടല്ലേ. ഞാൻ കണ്ണുകഴിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ലാസ്റ്റ് കാഞ്ഞിരപ്പുഴ സെക്ഷന്റെ CA പ്രസംഗിക്കാൻ തക്കാൾ എന്നെ വിളിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര ആണ് സഹകരിക്കാൻ വയ്യ. ഇത്ര ഇഷ്ടംപോലെ പിള്ളേർ. അത് നല്ല സ്പെഷ്യൽ പാട്ടുകാരെ ഇറക്കിയൊക്കെയാണ് പാടിച്ചത്. അവിടുത്തെ പ്രസ്പിറ്റർ നമ്മുടെ പഴയ ഡിസ്ട്രിക്റ്റിലെ ട്രഷറർ പാസ്റ്റർ യാഹത്തും കൂടിയാണ്. അപ്പൊ പുള്ളിക്ക് സാധാരണ കസേര, എനിക്കാണെങ്കിൽ സിംഹാസനം. മനസ്സിലായില്ലേ? എന്റെ കാലിന് തൂങ്ങത്തില്ല. ഞാൻ പറഞ്ഞ തെറ്റാകുന്നല്ല. ഫോട്ടോ എടുത്ത് വരാൻ പറ്റിയ
ഇത്ര പൊക്കം ഉണ്ടായിരുന്ന ചുവന്ന അവൻ എന്തോ റെക്സിനെ കഴിച്ചത് എന്നോ പറഞ്ഞ് പാസ് ഇരിക്കാൻ. ഞാൻ പറഞ്ഞു പെർസ്പെക്റ്റിനെ പറ്റിയത് ആൾക്കാരെ പുള്ളിക്കാണെങ്കിൽ വണ്ണോക്കുന്നത്. ഞാൻ അതിനകത്ത് കയറുന്നത് കൊതുവായിരിക്കും. ഞാൻ നേരെ വേറെ കസേര പോയി പെർസ്പെക്റ്റീവ് ചെവിയെന്ന് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റാണ്, നിങ്ങൾ ഗസ്റ്റ് പാസ്റ്റാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇരിപ്പിടമാണ്. ഞാൻ എന്റെ പാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫോർവേഡ് ചെയ്യുന്ന സ്വന്തം. അപ്പൊ ആ വലിയ കസേര കിട്ടി എന്തിനുണ്ടാ? എന്റെ കർത്താവിനെ പ്രസവിച്ചിട്ടല്ലേ? ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവും. നീ കാഞ്ഞൊന്ന് ചർച്ച പോയാലും പാവം സ്വന്തം എനിക്കും കിട്ടി. അവിടുത്തെ പാസ് സത്യരായി പാസ്റ്റാണ്. പാസ് നോക്കിയപ്പോൾ അതിരിക്കുന്ന ഇരിപ്പ് കാണും. സ്വന്തം കഴിക്കാം, കൊതിരിക്കുമ്പോൾ ഇരിക്കാം. എന്നോട് പറഞ്ഞു പാസ് 2 കസേരകൾ, ഒന്ന് എനിക്ക് കൊടുത്താൽ. ഞാൻ പറഞ്ഞു 2 പാസ്പോളാണ് സ്വന്തം. ഞാൻ ഒരു പ്ലാസ്റ്റിക് കസേര സ്വന്തം. ഞാൻ പറഞ്ഞ അർത്ഥം എന്ന് പറയുന്ന കാര്യം നമുക്ക് തരുന്ന പരിഗണനയും അത് പറയാനുള്ള എന്റെ യേശുവിനെ പ്രസംഗിച്ചതുകൊണ്ടും യേശുവിനെ പ്രാപിച്ചതുകൊണ്ട് ദൈവം ചില അംഗീകാരം തരുന്നുവെങ്കിൽ എന്റെ കർത്താവ് ഇത്ര വിശ്വസനീയമാണ്. ഹല്ലേലൂയ. കരം ഉയർത്തി സ്തോത്രം ചെയ്യാമോ? ഫാസ്റ്റ് ആയിട്ട് സമയം പോകുന്നുണ്ട്. അപ്പൊ അവനെന്നാ ഞാൻ ഒരു 5ാമത്തെ കാര്യം പെട്ടെന്ന് പറഞ്ഞ ഒന്ന്, ക്രിസ്തുവിനെ പിതാവ് ദൈവം ലോകത്തിൽ അയച്ചതിന്റെ 6 കാര്യം പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഒന്ന്, സാത്താന്റെ തലയെ തകർക്കണമെന്നുള്ള ടാർഗറ്റാണ് ഒന്നാമത്തെ സ്വത്രം. രണ്ടാമത്തെ കാര്യം, ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ്. മൂന്നാമത്തെ കാര്യം, ഭൂമിയുടെ ഇരുട്ടിനെ പൂർണ്ണമാക്കി മാറ്റി സ്ഥിരമായ ഒരു വെളിച്ചത്തെ സ്ഥാപിക്കണമെന്ന് വാക്ക്. നാലാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനെ പിതാവെന്ന് ചോദിച്ചിട്ട് അവൻ തന്റെ ചോര കൊണ്ട് വിലക്കി വാങ്ങിയ തന്റെ ജനത്തിന്റെ അടുക്കൽ കൊടുക്കാനാണ് യേശു വന്ന സ്വത്ര. 5ാമത്തെ കാര്യം, അത് ലോകത്തെ വിധിപ്പാൻ വന്നതല്ല, ലോകത്തെ രക്ഷിപ്പാനാണ് യേശു വന്നതല്ല. 6ാമത്തെ കാര്യം, അവൻ ജനത്തിന്റെ മേൽ കിടക്കുന്ന സകല പാരമ്പര്യ ന്യായവിധികളെ മാറ്റിയിട്ട് അവരെ പ്രിയ മക്കളാക്കി മാറ്റി നിർത്തിയിട്ട് പോകാനാണ് എന്റെ യേശു ലോകത്തെ വന്ന വാക്ക്. അത് റെഫറൻസ് ഒന്നും എടുക്കുന്നില്ല. ഈ 6 കാര്യമാണ് എന്റെ മനസ്സിൽ കൂടി വന്ന കാര്യം. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം അതിനെ പ്രൊജക്ട് ചെയ്യട്ടെ. കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ നമ്മോട് ഇരിക്കാനാണ് എന്റെ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത്. ഇതിന്റെ കാര്യം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും. ആ യേശു വാക്ക് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മ പൂർണ്ണനായി മാറുമ്പോൾ ഞാൻ എന്നെ നിങ്ങൾ വിശ്വസിക്കാം. നിങ്ങൾ എന്നിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യാൻ തക്കവണ്ണമുള്ള പ്രാപ്തി നിങ്ങൾക്ക് ദൈവത്തിന് പരിശുദ്ധാത്മാവ് തരും. എന്റെ യേശു എന്തില്ല സ്വാർത്ഥത ഇല്ല. എന്റെ കൈ കൊണ്ട് ഒത്തിരി ആൾക്കാർ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വേദിച്ചു. ഞാൻ ഇന്നത്തെ നമ്മുടെ സെക്ഷൻ പ്രോസ്പെക്ട് ആയിരുന്നാലും അവൻ മറ്റു ദൈവദാസനാണ്, ഇവരെയൊക്കെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒത്തിരി അവസരങ്ങൾ ഒരുക്കി കൊടുക്കാൻ അവസരങ്ങൾ ഒരുക്കി തന്നു. എന്നോട് കഴിഞ്ഞ ദിവസം നമ്മുടെ ജോബിനെ ദിശ അദ്ദേഹം ഞാനുമായിട്ട് കഴിഞ്ഞ ദിവസം കൊല്ലത്തൊരു ചർച്ച പ്രസംഗിക്കാൻ പോയപ്പോൾ ജോബിനായിരുന്നു പാട്ട്. അപ്പൊ ജോബിൻ അവിടെ വാക്ക്, ഇന്ന് പ്രസംഗിക്കാൻ വന്ന ദൈവദാസൻ അസൂയയില്ലാത്ത ദൈവദാസനാണ് സ്വന്തം. ആരുടെയും ഉയർച്ച ഇന്നൊരു അസൂയപ്പെടാനോ അവിടെ നന്മയ്ക്കകത്ത് കയറി കുളിൽ നോക്കാനോ ഒന്നും പോകാൻ ദൈവം അനുവദിച്ചില്ല. അങ്ങനെ എന്റെ കർത്താവ് എനിക്കൊരു ചെറിയ സ്വഭാവം തന്നിട്ടുള്ളൂ. എന്നാൽ എന്റെ കർത്താവിന്റെ സ്വഭാവമോ സ്വാർത്ഥതയില്ലാത്തൊരു വലിയ സ്വഭാവമുള്ള ബസ്സാണ്. ഇന്ന് രാവിലെ രാത്രി കരയിൽ ഉയർത്തി കർത്താവിന് സ്തോത്രം കൊടുക്കാമോ? അവൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരാൻ തക്കവണ്ണം പിതാവിനോട് ചോദിക്കുമെന്നാണ്. പിതാവിനോട് ചോദിക്കുന്ന ഒരു പ്രഭുത്വ യേശു, പിതാവിന് ചോദിക്കുന്ന എന്റെ മൂത്ത ചേട്ടൻ, പിതാവിന് ചോദിക്കുന്ന നല്ല മനുഷ്യരുടെ സ്നേഹിതൻ, അവൻ പിതാവിനോട് ചോദിക്കും, പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോട് വിധിപ്പാതക്കവണ്ണം ഞാൻ പിതാവിന് ചോദിച്ചു വാങ്ങി അയച്ചു വരുന്ന അന്ന് നിറഞ്ഞ മനസ്സുള്ള വസ്തുത കർത്താവ്. അക്കരെ ഉയർന്ന കർത്താവ് സ്തോത്രം ചെയ്യാമോ? ഒന്നിൽ നിൽക്കാം. എന്നിട്ട് റെവലേഷൻ 5:9 വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബാക്കി നാളെ കർത്താവ് മേശയാണ് സ്തോത്രം. വായിച്ചു 5:9, വെളിപ്പാട് 5:9. പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, രക്തം കൊണ്ട് സർവ്വ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും
നിന്നും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഈ പുസ്തകം തുറപ്പാനും ഇതിന് മുദ്ര പൊട്ടിക്കാനും യോഗ്യനാരുള്ളൂ എന്ന് സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം കേട്ടപ്പോൾ കുറച്ചു നേരത്തേക്ക് ആരെയും കാണാനില്ല എന്ന് പറഞ്ഞ് യോഗ്യന്മാരാരും അവിടെ ഇല്ലായിരുന്നു. അപ്പോഴാണ് വേറൊരു ശബ്ദം വരുന്നു. ഈ പുസ്തകം തുറപ്പാനും ഇതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായവൻ ഒരുത്തനെ കണ്ടിട്ടുണ്ട്. യഹൂദ ഗോത്രസിംഹവും ദാവീദിന്റെ പേരുമായവൻ ഈ പുസ്തകം തുറപ്പാനും ഇതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനും പ്രാപ്തനുമായി മാറി. ഇന്ന് രാത്രി ആത്മാവ് പറയാ, അവൻ സകലത്തിന് യോഗ്യനായ എന്റെ യേശുവിനെയാണ് എനിക്ക് വേണ്ടി തന്നു എന്ന ആ ഉറച്ച വിശ്വാസമുള്ളവർ കരുത്തത്തി ആത്മാവ് പറയാ, എന്റെ യേശു സകലത്തിന് യോഗ്യനാണ്. ഈ പുസ്തകം പൊട്ടിപ്പാന് ഇതിന്റെ ഈ പുസ്തകം തുറപ്പാന് ഇതിന്റെ മുദ്ര പൊട്ടിക്കുവാന് ഒരുവന് അധികാരമുള്ളൂ, എന്റെ യേശുവിനെ മാത്രമാണ്. കരമൊന്ന് അടിച്ച് സ്വന്തം ചെയ്യണം. ഓ ശബ്ദ കരമടിച്ച് ആത്മാവിൽ പറയുക, ഇതിന്റെ കെട്ടഴിപ്പാൻ ഇതിനെ മുദ്ര പൊട്ടിക്കുക. ഏതാകൂടമുണ്ടെങ്കിൽ അതിനഴിപ്പാൻ ഒരുവന് മാത്രം അധികാരമുള്ളൂ, എന്റെ യേശു ക്രിസ്തുവിന് മാത്രമാണ്. കരമടിച്ച് സ്വന്തം ചെയ്യുക, എന്റെ യേശു അത്ഭുത മന്ത്രി, വീരനാഥയും നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. എന്റെ യേശുവിന് നന്ദി പറയോ. ദാവീദ് ഗോത്രത്തിൽ ശിഖമായോനേ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവരെ
നമ്മുടെ കണ്ണടയ്ക്കാം. ആ ദൂതനും ഭാഗ്യം നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ വിജയം നമ്മുടെ യേശുവിൽ കൂടി മാത്രമാണ്. ഈ മാസത്തിന്റെ 13ാമത്തെ രാത്രിയിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഒരു നിമിഷം എല്ലാം കണ്ണുമടയ്ക്കാം. ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ പറയാം, എന്നെ വിടുവിപ്പാൻ യോഗ്യൻ ഒരുവൻ മാത്രമാണ്. എന്റെ നന്മയുടെ വാതിൽ തുറക്കുവാൻ ഒരുവൻ മാത്രമേ പറ്റത്തുള്ളൂ. അത് യോശുവയെക്കാളും മോശയെക്കാളും യേശുവിന് മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി അവൻ പുസ്തകം തുറക്കും, എനിക്ക് വേണ്ടി അവൻ നന്മകളുടെ വാതിൽ തുറക്കും. ആ ദൈവത്തിന് വിശ്വസ്തത ആത്മാവിൽ കണ്ടുകൊണ്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നാളത്തെ വിശുദ്ധ സഭാരണ, വിശുദ്ധ മേശ അനുഗ്രഹമായി മാറുവാൻ, ജനമെല്ലാം സന്തോഷത്തോടെ വരുവാൻ, അനുഗ്രഹിക്കപ്പെടുന്ന സഭാരാധന ദൂതമാനൊരു വെളിപ്പാടുകളും അനുഗ്രഹമായി മാറുവാൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ. പ്രിയ റോമൻ ശിക്ഷാൻ ദയവായിട്ട്